അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു ബ്രെഡ് പോള റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 4 കോഴിമുട്ട എടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടായിരുന്നത് കൊണ്ട് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. സാധാരണ പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഞാനൊരു 6 ബ്രെഡ് പീസ് എടുത്തിട്ട് അരികെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 6 ബ്രെഡ് പീസും ചെറിയ പീസസ് ആക്കി നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച മിക്സിയിലേക്ക് ചേർക്കുക. ചെറിയ പീസസ് ആക്കി ചേർക്കുക. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലക്കായയും കൂടി ചേർത്ത് ഒന്നുകൂടെ അടിക്കുക. അതിനുശേഷമുള്ള മിക്സാണിത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തതിന് ശേഷം കോരി മാറ്റാം. ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം ഒരു തട്ട് ഞാൻ ഈ പാത്രത്തിനടിയിൽ വെച്ചു. അതിന് ശേഷം ഈ മിക്സ് ഒഴിക്കുകയാണ്. മിക്സ് ഒഴിച്ച് മൂടി വെച്ചു. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. ഇത് 5 മിനിറ്റും കൂടി കഴിഞ്ഞ് മൊത്തം 20 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കി ഞാനൊരു സ്ക്രൂവർ വെച്ചിട്ട് നോക്കുകയാണ്, ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. മൊത്തം 20 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയാൽ പാത്രത്തിൽ നിന്ന് വിട്ടുവരും. ഇതാ ഫൈനലായിട്ട് കിട്ടിയ ലുക്കാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണമേ. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.